ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ബീഹാറിനുമെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സമീപ ദിവസങ്ങളിൽ തന്നെ വലിയ ആനുകൂല്യം കൊടുത്ത അനുഭവം നമ്മൾ കണ്ടു. ഇവിടെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത് എന്നായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു മാധ്യമവും അതുമായി ബന്ധപ്പെട്ട വൈകുന്നേരങ്ങളിലെ ചർച്ചയോ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുള്ള എന്തെങ്കിലും പരിപാടികളോ സംഘടിപ്പിച്ചതായി കണ്ടില്ല. പകരം നിങ്ങൾ വളരെ ബോധപൂർവം സംസ്ഥാന ഗവൺമെന്റ് ഇന്ന ഇനത്തിൽ ഇത്ര കോടി ചെലവാക്കിയിരിക്കുന്നു, ഇതെന്തൊരു അത്ഭുതമാണ് എന്നാണ് നിങ്ങൾ പലരും ചോദിച്ചത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ കാണുന്നവരാണ്. എല്ലാം വിശ്വസിക്കുന്നവരാണ് എന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. കാണുന്നുണ്ട്. അതുകൊണ്ട് ആളുകളൊന്ന് ഞെട്ടി. കാരണം നിങ്ങൾ പറയുകയാണ്, ആവേശത്തോടു കൂടി നിങ്ങളുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തായിരിക്കുന്നു. അതിനകത്ത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, അവിടെ വളണ്ടിയർമാരുടെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് ഇത്ര കോടി രൂപ. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇത്? മാധ്യമപ്രവർത്തകർ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഒരു മിനിമം മര്യാദ പാലിക്കണ്ടേ? എന്തെങ്കിലും മര്യാദ ഈ കൊടുത്ത മാധ്യമപ്രവർത്തകരും അത് പ്രസിദ്ധീകരിച്ച മാധ്യമ സ്ഥാപനങ്ങളും കാണിച്ചോ? ഇവിടെ കേരളത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തുമാവാമെന്ന ധാരണയിലാണ് പല മാധ്യമപ്രവർത്തകരും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ക്യാമറയും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഒരു ചാനലും അതുമായി ബന്ധപ്പെട്ട സംവിധാനവും ഉണ്ട് എന്ന് കരുതി എന്ത് തോന്നിയാസവും കേരളത്തിൽ വിളിച്ചു പറയാമെന്ന് ഒരു മാധ്യമ പ്രവർത്തകരും ഒരു മാധ്യമ സ്ഥാപനവും ധരിക്കേണ്ടതില്ല. അതിശക്തമായ പ്രതിഷേധം യുവജനങ്ങളെയും ഈ കേരളത്തിലെ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ കേരളം നിങ്ങൾ സൃഷ്ടിച്ചൊന്നുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് പോലെ വാർത്ത കൊടുത്തിട്ട് കേരളത്തെ അപമാനിക്കാനും നോക്കേണ്ടതില്ല. എന്താ നിങ്ങൾ കൊടുത്തത്? യഥാർത്ഥത്തിൽ ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചത് എന്തിനാണ് എന്ന് അല്പമെങ്കിലും സാമാന്യബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവില്ലേ? ഇതിനു മുന്നേ 2016 മുന്നേയും ഇതുപോലെയുള്ള മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്താണ് 2012, 2013 വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ സമയത്ത് 1428.75 കോടിയുടെ മെമ്മോറാണ്ടം കൊടുത്തു. അത്ര രൂപയാണ് ആവശ്യപ്പെട്ടത്. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ല എന്നാണോ ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത്? ഈ മെമ്മോറാണ്ടം ആരാണ് തയ്യാറാക്കുന്നത്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ടാണോ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്? ഭരിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടല്ല. ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥ സംവിധാനം വേറെയുണ്ട്. ആ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണക്കുകളൊക്കെ തയ്യാറാക്കുന്നത്. മിനിമം ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കി കണക്കുകൾ കൊടുത്ത് കേരളത്തിന് ആവശ്യമായ പണം സമാഹരിക്കുക, അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2012, 2013 1428 കോടി ആവശ്യപ്പെട്ടിട്ട് കിട്ടിയത് 15.96 മാത്രമാണ്. അത്ര തുക മാത്രമേ അന്ന് കിട്ടിയിട്ടുള്ളൂ. 2012, 2013 വരൾച്ചാ പ്രശ്നം ആവശ്യപ്പെട്ട് 4429.61 കോടി രൂപ മെമ്മോറാണ്ടം സമർപ്പിച്ചു. അന്ന് കിട്ടിയ എത്രയാ? 61.74 കോടി മാത്രമാണ്. 2012 തന്നെ മറ്റൊരു വരൾച്ചാ ദുരിതാശ്വാസം, ആ നിവേദനത്തിൽ കേരളം 3464.1 കോടി രൂപ. ഇവിടെ എത്ര അനുവദിച്ചത്? 18.31. ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ആന്റണിയുടെ കാലത്തും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കത് ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതരം അസുഖം ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം എന്ന് പറയുമ്പോൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾക്ക് മാത്രമാണ് ബാധകം, അല്ലാത്ത മാധ്യമങ്ങളും ഉണ്ട്. അതുകൊണ്ട് അന്തസ്സിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ പരിധിയും വിട്ടിട്ട് ചില മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും RSS-നും BJP-ക്കും ഇവിടെയുള്ള കോൺഗ്രസിനും
കൊട്ടേഷൻ പണി എടുക്കുകയാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്നു. എന്താ കൊട്ടേഷൻ എന്നറിയാമോ? വയനാട് ദുരന്തമുണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ, കുറച്ച് കോളമിസ്റ്റുകാരൊക്കെ സമീപിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിനെ റിപ്പോർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയാ? കേന്ദ്രത്തിന് കേരളത്തെ കുറ്റപ്പെടുത്തണം. ആ കാര്യങ്ങൾ പുറത്തു വന്നു. അത് പുറത്തു വന്നത് കേരളത്തിനെതിരായതുകൊണ്ട് പ്രധാനപ്പെട്ട എന്ന് ആളുകൾ ധരിക്കുന്ന പല ചാനലും ആ വാർത്തയൊന്നും ഇങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ആ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ അന്ന് ശാസ്ത്രജ്ഞന്മാർ തയ്യാറായിട്ടില്ല. പക്ഷേ കുറച്ച് പണം കൂട്ടിക്കൊടുത്തപ്പോ ഇവിടെയുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും അതിന് തയ്യാറായി എന്നാണ് ഇപ്പോ ഈ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് അങ്ങേയറ്റം നാണക്കേടാണ്. ഇതൊന്നും ഈ സാംസ്കാരിക കേരളത്തിന് ഒട്ടും ഭൂഷണമായിട്ട കാര്യമല്ല. ഇത് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനമല്ല. യഥാർത്ഥത്തിൽ കേരളം ഒറ്റക്കെട്ടായി എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകരെ അതിൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. നല്ല അന്തസ്സുള്ള സത്യസന്ധമായ വാർത്തകളെ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള മാധ്യമ പ്രവർത്തകർ ധാരാളമുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഒറ്റ മനസ്സോട് കൂടിയിട്ട് 500-ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ദുരന്തം നമ്മൾ അതിജീവിക്കേണ്ടത്. അതിനു പകരം ഇത്തരം കുത്തിത്തിരിപ്പ് വാർത്തകളുമായിട്ട് ചില പ്രത്യേക ലക്ഷ്യം വെച്ച് വരുന്ന രീതി ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കും എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ 4 എഴുത്തെഴുതി 4 വാർത്ത ബ്രേക്കിംഗ് കൊടുത്ത് അതിന്മേൽ കുറച്ചാളുകളെ വൈകുന്നേരം കൊണ്ട് കൊട്ടേഷൻ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കേരളത്തിന്റെ ഈ ഉയർന്ന ജനങ്ങളുടെ സാമൂഹ്യ വീക്ഷണത്തെയും അവരുടെ ബോധത്തെയും അളക്കാൻ നിങ്ങൾ നിൽക്കരുത്. കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഈ നിലയിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്. മൊത്തത്തിലൊരു കച്ചവടമായി കാണുകയാണ്. ചില മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നു, അയ്യോ ഞങ്ങളിങ്ങനെ സത്യസന്ധമായ വാർത്ത കൊടുത്താലൊന്നും നമുക്ക് ലാഭം ഉണ്ടാവില്ല. ഇപ്പൊ മായം ചേർത്ത ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കാലമാണ്. ചില പൊടികൾ, മസാല പൊടികളൊക്കെ മായം ചേർത്ത് വിൽക്കും. ചില കേസുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ മായം ചേർക്കാത്ത വാർത്തകളൊന്നും കച്ചവടം ആവില്ല എന്നാണ് ചില മാധ്യമപ്രവർത്തകർ തന്നെ രഹസ്യമായിട്ടൊക്കെ പറയുന്നത്. എന്തൊരു ഗതികേടാണ് ഇത്! കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു വലിയ വ്യവസായമായി കണ്ട് ഇങ്ങനെയുള്ള ഉടിപ്പും തൊങ്ങലും കള്ള വാർത്തയും നിരന്തരമായി പ്രചരിപ്പിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കാൻ കേരളീയ സമൂഹത്തെ സജ്ജമാക്കും എന്നാണ് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത്. പിന്നെ മറ്റൊരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് യൂട്യൂബേഴ്സാണ്. അതും പ്രധാനം കച്ചവടം തന്നെയാണ്. നിങ്ങൾക്കെതിരെ എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ അവനെ ശരിപ്പെടുത്താൻ ഞാൻ ഒരു വാർത്ത ചെയ്യാം, കുറച്ച് കാശ് കൊടുത്താൽ മതി. ഇപ്പൊ ഡിവൈഎഫ്ഐ അപകീർത്തിപ്പെടുത്താൻ കുറച്ച് യൂട്യൂബേഴ്സ് പണം വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അവരെ എല്ലാം കാണേണ്ടതുപോലെ തന്നെ കാണും. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. അങ്ങനെ പണം വാങ്ങിയിട്ട് ഞങ്ങളെ അങ്ങ് എഴുതി കാണിച്ച് പോവാമെന്നും ഒരാളും കരുതേണ്ടതില്ല. ഇവിടെ വയനാട് വളരെ സാഹസികമായി ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഡിവൈഎഫ്ഐയുടെ ആയിരക്കണക്കിന് വളണ്ടിയർമാർ അവിടെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ആ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് ഞങ്ങൾ കാശ് വാങ്ങി എന്നാണ് ചില യൂട്യൂബർമാർ ഈ കോൺഗ്രസ് BJP കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അത്തരം ആളുകൾക്ക് ശക്തമായ നിലയിൽ തന്നെ മറുപടി കൊടുക്കും എന്നാണ് അത് സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ജനങ്ങൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുക. നാളെ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ മാധ്യമ നുണകൾ തുറന്നു കാട്ടുന്ന പ്രതിഷേധം സംഘടിപ്പിക്കും. യുവജന പ്രതിഷേധമാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് ഈ മാധ്യമങ്ങളുടെ നുണപ്രചരണത്തിനെതിരായി ഒരു സെമിനാർ സംഘടിപ്പിക്കണം എന്ന് കൂടി ഉദ്ദേശിക്കുകയാണ്. ഈ പ്രതിഷേധവും ഈ സെമിനാറും കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നില്ല. ശക്തമായ നിലയിൽ തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്
ഡിവൈഎഫ്ഐ ആലോചിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനത്തിന് ഈ നാടിന്റെ ആകെ പിന്തുണ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. നാളത്തെ ക്യാമ്പയിൻ എങ്ങനെയാണ്? എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ. എത്ര മണിക്കാത്? വ്യത്യസ്ത സമയം. ഇത് തിരുവനന്തപുരത്തെ സെമിനാറോ? 20 സമയമുണ്ടോ? വൈകിട്ട്. ഈ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നതിൽ ആരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കണമെന്ന് എന്തെങ്കിലും തീരുമാനമുണ്ടോ? ജില്ലയിലെ സാധ്യതകൾക്കനുസരിച്ച് പ്രതിഷേധ സമരമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ വൈകാരികമായിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഇടപെടലുകളെ എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റുമോ അത്രത്തോളം നിയന്ത്രിക്കാനുള്ള ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവിനെതിരെ വാർത്ത കൊടുത്തപ്പോൾ അദ്ദേഹം കോഴിക്കോട് കരിപ്പൂരിൽ ഇറങ്ങിയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മാധ്യമപ്രവർത്തകരെ എങ്ങനെയായിരുന്നു അന്നത്തെ UDFിൻ്റെ ലീഗിൻ്റെ പ്രവർത്തകർ സ്വീകരിച്ചത്. ഞങ്ങൾ എല്ലാ കാലത്തും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. അത് നിങ്ങളൊരു ദൗർബല്യമായി കാണരുത് എന്നുള്ളൊരു അപേക്ഷ നിങ്ങളോട് പറയാനാണ്. ഈ കേരളത്തിലെ ജനങ്ങളാകെ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ അപ്പാടെ അങ്ങ് വിഴുങ്ങി ഇവിടെ എന്തെങ്കിലും അങ്ങ് സംഭവിച്ചു കളയും. ഇപ്പോൾ ചിലർ പറയുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് കോപ്പിയടി ടീമാണ് എന്നാണ്. അവർ കൊടുത്തു, അതുകൊണ്ട് ഞങ്ങളും കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശോധിക്കില്ല. ഇന്ന ചാനലിൽ ബ്രേക്കിംഗ് വരുന്നു, അതുകൊണ്ട് ഞങ്ങളും കൊടുത്തു. കോപ്പിയടി സംഘമായി കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ മാധ്യമ സംഘം മാറുന്നുണ്ട്. ഈ മാധ്യമ പ്രവർത്തകരിൽ ചിലർ RSSന്റെ ഏജന്റുമാരായി ഇവരുടെ എല്ലാം ഒരു ടീമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ RSS അതുപോലെ കോൺഗ്രസിലെ VD സതീശൻ മാധ്യമ പ്രവർത്തകരിലെ ചിലർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെ അങ്ങ് എടുത്തതല്ല. വളരെ ആലോചിച്ചു. ഫാസിലിനെ കൊലപ്പെടുത്തിയതിന് മുമ്പ് അവിടെ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചിരുന്നു, അയ്യപ്പ സ്വാമിയുടെ മാല പൊട്ടിച്ചു എന്നുള്ളൊരു വാർത്ത. അതിൻ്റെ പിറ്റേ ദിവസമാണ് സഖാവ് കൊല ചെയ്യപ്പെടുന്നത്. ഇവിടെ നാദാപുരത്തെ ബിനുവിനെ നഷ്ടപ്പെടുന്നത് നമുക്കറിയാം, വ്യാജ വാർത്തകൾക്കൊടുവിലാണ്. ഇങ്ങനെ കേരളത്തിൽ ആക്രമിക്കപ്പെടേണ്ടവരാണ് DYFIക്കാർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഇപ്പം നിങ്ങളിൽ പലരും മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു മാധ്യമങ്ങളിൽ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ ദൃശ്യമാധ്യമങ്ങളിൽ, പത്രങ്ങളിലാണ് പ്രിന്റ് ചെയ്ത് വന്നു കഴിഞ്ഞു പോട്ടെ, ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഇതിൻ്റെ ലിങ്കും ഇതിൻ്റെ വാർത്തകളും, ഈ നുണ വാർത്തകളുണ്ടല്ലോ. എന്തേ അത് പിൻവലിക്കാൻ തയ്യാറാകാത്തത്? DYFI അടിയന്തരമായി ആവശ്യപ്പെടുകയാണ്, ആ തെറ്റായ വാർത്ത നിങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന്, നിങ്ങളുടെ എല്ലാ ഐഡന്റിറ്റിയിൽ നിന്നും നിങ്ങൾ പിൻവലിക്കണം എന്ന്. നിങ്ങളത് പിൻവലിക്കണം. ഇപ്പോഴും സെർച്ച് ചെയ്ത് പോകുന്നത് ആ വാർത്തയിലേക്കാണ്. അതിൻ്റെ ആ വാർത്തയുടെ ഓരോ ഭാഗം എടുത്തുകൊണ്ടാണ് ഇപ്പോഴും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. ഇവിടെ ഒരു അപകടമുണ്ടായാൽ, ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ അതിൽ പ്രവർത്തിക്കുന്നവരാകെ മോശക്കാർ. ഇപ്പോൾ ഇന്നൊരു ട്രോൾ മലയാളാണെന്ന് തോന്നുന്നു, അവർ പ്രചരിപ്പിക്കുക എൻ്റെ മോൻ എന്താ പണി എന്ന് ചോദിക്കുക. DYFIക്കാരനായാൽ മതി പോലും, അപ്പോൾ നല്ല സൗകര്യത്തോടു കൂടി ജീവിക്കാം. ഏതാ അതിൻ്റെ സോഴ്സ്? ഈ പൊതുപ്രവർത്തകർക്ക്, ഇതിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയവർക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്നുള്ള നിങ്ങളുടെ വാർത്തയാണ്. അത് വെച്ച് പ്രചരിപ്പിക്കുക. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങൾ തന്നെ DYFIയെ കാണിച്ചത് ആ ബുൾഡോസറിൻ്റെ ഉള്ളിൽ DYFI പ്രവർത്തകർ ആ ഡ്രൈനേജിനകത്തേക്ക് കയറിപ്പോകുന്ന സമയത്താണ് ഇതാ DYFIയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയാൻ തുടങ്ങിയത്. ആയിരക്കണക്കിന് DYFI സഖാക്കളാണ് അവിടെ ഈ സന്നദ്ധ രംഗത്ത് ഏറ്റവും സജീവമായിട്ട് നിലനിന്നത്. തുടക്കത്തിലൊന്നും ഞങ്ങൾക്ക് അത്ര യൂണിഫോമോ സംവിധാനം ഒന്നുമില്ല. നിങ്ങൾ കണ്ടതല്ല, അവിടെ അത്രയും ആത്മാർത്ഥമായി ആ പ്രദേശം നിരീക്ഷിച്ചവർക്കറിയാമല്ലോ. അവിടെ ഉള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. നിങ്ങൾ ഇവരെയൊക്കെ അല്ലേ ആ മോർച്ചറിക്കകത്ത് താൽക്കാലികമായി തയ്യാറാക്കിയ മോർച്ചറിക്കകത്ത് PP കിറ്റ് ഇട്ട് നിൽക്കുന്നവരും അല്ലാതെ നിൽക്കുന്നവരും യൂണിഫോം ഇട്ട് നിൽക്കുന്നവരൊക്കെ ആയിട്ടുള്ള DYFI സഖാക്കളെ നിങ്ങൾ കണ്ടതല്ലേ? എങ്ങനെ ഈ വാർത്ത കൊടുക്കാൻ തോന്നുക? എത്ര ഹീനമായ പ്രവർത്തനത്തിലാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തത്? എന്നിട്ട് അത് ഏറ്റുപിടിക്കുക ഒരു നാണവുമില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം.
അതങ്ങനെ വെറുതെ ഏറ്റുപിടിച്ചതാണ് എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ബോധപൂർവമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഞങ്ങൾ അതിനെ നിയമപരമായിട്ടും നേരിടാൻ ആവശ്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്തും പറഞ്ഞ് എന്തും ചെയ്ത് ആരെയും തകർത്ത് മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചോളണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. ഒരു അതിശയോക്തിയുമില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ പറഞ്ഞല്ലോ 2012-ലും 2013-ലും ഒക്കെ ഇതുപോലെയുള്ള കണക്കുകൾ തന്നെ കൊടുത്തത്. അപ്പം തോന്നാത്തൊരു അതിശയോക്തി എന്നാ ഇപ്പം തോന്നുന്നത്? അപ്പം തോന്നാത്ത അതിശയോക്തി എന്നാ ഇപ്പം തോന്നുന്നത്? അതെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സേവനം നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് ഉണ്ടോ? വായിക്ക്. എന്തെന്ന് വായിക്ക്. ഡിവൈഎഫ്ഐക്ക് പണം കൊടുത്തു? ഡിവൈഎഫ്ഐക്ക് പണം കൊടുത്തു പറഞ്ഞോ? വോളണ്ടിയേഴ്സ് ആണ് ഡിവൈഎഫ്ഐ മാത്രമാണോ? ഡിവൈഎഫ്ഐ മാത്രമാണോ കേരളത്തിൽ പ്രവർത്തിച്ച വോളണ്ടിയേഴ്സ്? എത്ര വോളണ്ടിയേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്? എത്ര വോളണ്ടിയേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? അല്ലല്ല, പറയാ നിങ്ങൾ ചോദ്യം റെഡിയല്ലോ. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം സാമാന്യബോധമുള്ള ആളുകൾക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോ മനസ്സിലാവാത്ത നിലയിൽ അഭിനയിച്ചിട്ട് ഇവിടെ തർക്കമുണ്ടാക്കിയാണ്. പറയാം. ഞാൻ പറഞ്ഞു 2012-13 1428 കോടി എന്തിന്? വെള്ളപ്പൊക്കം, പ്രളയം, ഉരുൾപൊട്ടൽ സമയത്ത് കൊടുത്തു. നമുക്ക് 15.96 കിട്ടിയത്. പറയട്ടെ 2012-ലും 13-ലും അതിനുശേഷവും കൊടുത്തു 4429. അപ്പൊ അതിൻ്റെയൊക്കെ ഘട്ടത്തിൽ ഇതുപോലെ തന്നെയാണ് കണക്ക് കൊടുത്തത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് അവരുടെ കൂടെ അഭിപ്രായം അനുസരിച്ചാണ് ഇതുപോലെയുള്ള കണക്കുകൾ തയ്യാറാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തയ്യാറാക്കിയ കണക്കല്ല. നിങ്ങൾക്ക് കുറച്ചാൾക്ക് ഇത് തിരിയുന്നില്ല എന്ന് അഭിനയിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നോക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ ആവർത്തിക്കുന്നത്. നിങ്ങൾക്കല്ല ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. അത് സർക്കാർ. അതാ ഞാൻ ചോദിച്ചു, അവിടെ പ്രവർത്തിച്ച വോളണ്ടിയേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അറിയില്ലേ? നിങ്ങൾക്ക് അറിയില്ല അവിടെ പ്രവർത്തിച്ച? സുഹൃത്തെ, ഇത് ചെലവായ പണമല്ല, മനസ്സിലായില്ലേ? ഇതിവിടെ അല്ലല്ല, ഇത് ചെലവായ പണമല്ല. ഇത് ചെലവായ പണമല്ല. നിങ്ങളെന്താ പ്രചരിപ്പിച്ചത്? നിങ്ങൾ പ്രചരിപ്പിച്ചത് ചെലവായ പണം എന്നാണ്. 75,000 രൂപ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചെലവാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കള്ളവാർത്ത കൊടുത്തു. ആ കള്ളവാർത്തയെ കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. ഒരു വളണ്ടിയർക്കും പണം കൊടുത്തിട്ടില്ല. ആർക്കാ പണം കൊടുത്തത്? നിങ്ങൾ എന്തിനാണ് വളണ്ടിയർമാർക്ക്? സുഹൃത്തെ, അത് ചെലവായ പണമല്ല. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി തയ്യാറാക്കുന്ന ഒരു നിവേദനമാണ്. ആ നിവേദനത്തെയാണ് നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്. അത് 9-ാം തീയതി മനസ്സിലാവാത്തുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അല്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം. നമ്മുടെ ഈ അഗ്നിശമന സേന അംഗങ്ങൾക്കായിട്ടുള്ള അവിടെ ഒരു വളണ്ടിയർ സേന ഉണ്ട്, അറിയോ ഏതാന്ന്? അവിടെ ഒരു സേനയുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ സേനയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സർക്കാർ തന്നെ മേൽനോട്ടം വഹിച്ച് പരിശീലനം കൊടുക്കുന്ന. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വളണ്ടിയർമാർക്ക് വേണ്ടിയിട്ട് ഈ പണം ചെലവാക്കിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, വളണ്ടിയർമാർക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം ചെലവഴിച്ചു നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടോ? ചെലവഴിച്ചിട്ടുണ്ടോ? അല്ല, സാധാരണ എങ്ങനെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുക? എങ്ങനെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുക ഒന്ന് പറഞ്ഞു കൊടുക്ക്. എങ്ങനെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുക? ചെലവാകുന്ന കൃത്യം തുകയാണോ? അല്ല, ഒറ്റ മിനിറ്റ്. അല്ല, ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ ചെലവാക്കേണ്ടി വരുമോ? അതിൽ ബാക്കി പറഞ്ഞ കണക്കുകളൊക്കെ 1.25 ലക്ഷം കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ? പിന്നെ എന്ത് ചോദ്യം? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇന്റൻഷനാണ് ഇവിടെ പ്രധാനം. നിങ്ങളുടെ ഇന്റൻഷനാണ് ഇത്. CPM-ഓ അല്ലെങ്കിൽ ഞങ്ങളോ തയ്യാറാക്കിയതാണോ? അല്ല. നിങ്ങൾ ചോദിച്ചു വോളണ്ടിയേഴ്സ് എന്നുള്ളത്. വോളണ്ടിയേഴ്സ് ഇത് മാത്രമല്ല, നിരവധി വോളണ്ടിയേഴ്സ് ഉണ്ട് അവിടെ. അതിൽ സർക്കാർ നിയന്ത്രിക്കുന്ന, സർക്കാർ പരിശീലനം കൊടുത്ത് വർഷങ്ങളായി അവരുടെ സേവനങ്ങൾ വാങ്ങിയെടുക്കും. ഇവിടെ പല ഇതേപോലെയുള്ള ദുരന്തമുഖത്തും ഇടപെടുന്ന സേനാംഗങ്ങളുണ്ട്. അവരുടേതുമാകാം. 38 പേർ മരിച്ച ആന്ധ്ര കൊടുത്ത മെമ്മോറാണ്ടം എത്രയാണെന്ന് അറിയുമോ? എത്രയാണ്? 6,800 കോടിയുടെ മെമ്മോറാണ്ടമാണ്. 6,800. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
നാട്ടിൽ എങ്ങനെയാണ് ഈ ചെലവുകളുടെ വകഭേദം കാണിച്ചിരുന്നത്? അല്ല ഇവിടെ എന്താ പ്രശ്നം എന്ന് മനസ്സിലായോ? അല്ല ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ഇതാണ്. അല്ലല്ല, ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം മെമ്മോറാണ്ടത്തിന്റെ തുക സംബന്ധിച്ചല്ല. മെമ്മോറാണ്ടം കൊടുത്ത കാര്യത്തെ മുൻനിർത്തിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവാക്കി എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ബ്രേക്കിംഗ് ന്യൂസായിട്ട് തുടർച്ചയായി വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ സേവനം അനുഷ്ഠിച്ച വളണ്ടിയർമാരുണ്ട്, അവിടെ ഒരു കാശ് പോലും വാങ്ങാതെ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. എടാ, ഞങ്ങളുടെ പേരിൽ 75,000 രൂപ ആള് വാങ്ങിയോ? അപ്പോൾ ആ വാർത്ത നിങ്ങൾ എന്തിനാ കൊടുത്തത്? അതാണ് പ്രശ്നം. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ. നൽകുന്നത് എന്നതാണ് നിങ്ങളുടെ വിമർശനമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നത് കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഈ യുദ്ധപ്രഖ്യാപനം നടത്തി അതുപോലെ ഈ മാധ്യമങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയതുകൊണ്ട് എന്തെങ്കിലും സംസ്ഥാനത്തിന് ഗുണമുണ്ടോ? അല്ല, പ്രഖ്യാപനത്തിൽ ഒരു ഭാഗം അത് തന്നെയാണ്. കേന്ദ്രം പണം തരണം എന്നുള്ളതാ. നിങ്ങൾ തുടങ്ങുമുണ്ടായിരുന്നില്ലേ? എന്താ ഞങ്ങൾ പറഞ്ഞത്? യഥാർത്ഥത്തിൽ 500 നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല. RSSന്റെയും കോൺഗ്രസിന്റെയും കൊട്ടേഷൻ പണിയെടുക്കുന്ന ആളുകളായിട്ട് ഞാൻ പദം പ്രയോഗിച്ച വേറെ മോശമായി പോകും, അതുകൊണ്ടാണ് പ്രയോഗിക്കാത്തത്. നിങ്ങളൊക്കെ ആരും മാധ്യമപ്രവർത്തകരായി കാണുന്നു ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ? ഇതാണോ മാധ്യമപ്രവർത്തനം? ഇങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നത് മാധ്യമപ്രവർത്തകരായി കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ എന്നൊക്കെ കൊട്ടേഷനിൽ മാത്രമേ എടുക്കാൻ പറ്റൂ ആ കാര്യത്തെ. ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരായി ശക്തമായ സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ലക്ഷക്കണക്കിന് ആളുകളെ വെച്ചിട്ടാണ് മനുഷ്യച്ചങ്ങല DYFI സംഘടിപ്പിച്ചത്. ഇനി ഗവൺമെന്റ് തന്നെ സമരം നടത്തി, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഡൽഹിയിൽ. ആ സമരത്തിൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വന്നു. പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തു, ഡൽഹിയിലെ മുഖ്യമന്ത്രി പങ്കെടുത്തു, ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി പങ്കെടുത്തു. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇവിടെയും പ്രശ്നം തന്നെയാണ്. 500 ആള് മരിച്ച ഈ ദുരന്തത്തിന് ഒരു 5 പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ തന്നിട്ടില്ല. പ്രധാനമന്ത്രി അങ്ങനെ ഇങ്ങോട്ട് വന്നു, നിങ്ങളെല്ലാം ഓടിപ്പോയി. നിങ്ങൾ ഓടിപ്പോയിട്ട് കുഞ്ഞിനെ എടുക്കുന്നതും താലോലിക്കുന്നതും എല്ലാം റീൽസ് ആക്കിയിട്ട് പ്രധാനമന്ത്രിയും അവരുടെ അനുയായികളും പ്രചരിപ്പിച്ചു എന്നല്ലാതെ എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന ചർച്ച നിങ്ങൾ 8 മണിക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ചാനൽ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ എവിടെയായിരുന്നു? ഇവിടെ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്ത് പറയുന്നത്? എന്താണ് വ്യക്തത വരുത്തേണ്ടത്? എന്താ വ്യക്തത? നിങ്ങൾ പറ, എന്താ നിങ്ങളുടെ ചോദ്യം? എന്താ നിങ്ങളുടെ ചോദ്യം? എന്താ സർക്കാരിന് പണം കിട്ടിയിട്ടില്ല പറഞ്ഞില്ലേ? സുഹൃത്തെ, സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയാണ് പറയുക. EP ജയരാജനോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയും എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാണ്ട് EP ജയരാജനല്ല കേന്ദ്ര ഗവൺമെന്റ് പണത്തിന്റെ ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നത്, അതിന്റെ ഫയലുകൾ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? പ്രളയ ദുരിതാശ്വാസം എത്ര കോടിയാണ് ഇവിടെ കിട്ടിയത്? എത്രയാണ് നമ്മൾ കണക്കാക്കിയത്? പ്രളയ ദുരിതാശ്വാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എത്രയാ കൊടുത്തത്? നിങ്ങൾ കണക്കുണ്ടോ? UN കണക്കാക്കി കണക്കെത്രയാണെന്നറിയോ? 30,000 കോടിയാണ്. ഇവിടെ എത്ര കൊടുത്തു? ആ കൊടുത്ത കണക്കിൽ നിന്ന് ഹെലികോപ്റ്ററിന്റെ വാടക എടുത്ത് അങ്ങോട്ട് വാങ്ങി, ഇവിടെ കൊടുത്ത അരിയുടെ പൈസ അങ്ങോട്ട് വാങ്ങി, നാണമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തോ? അത് തന്നെയാ പ്രശ്നം. അല്ല, അതിന്റെ ക്ലാരിറ്റി DYFI സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റാണോ വരുത്തേണ്ടത്? ഞങ്ങളിപ്പോ വാർത്താസമ്മേളനം അല്ല. ഞാൻ പറയട്ടെ ഞങ്ങൾ പറയേണ്ടത് എന്താ? ഈ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാകുന്ന തരത്തിലേക്ക്, കേരളത്തെ മോശമാക്കി കാണിക്കുന്ന തരത്തിലേക്ക് തെറ്റായ വാർത്ത നിങ്ങൾ തന്നെ സമ്മതിച്ചു തെറ്റാണ് എന്ന്. ആ വാർത്തയെക്കുറിച്ചും പരിശോധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ, ഈ പണം തരാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിനെതിരെ, ഈ ദുരന്തമുണ്ടായിട്ട് 1 രൂപ പോലും തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിമിഷം വരെ, അങ്ങനെയാണ്, ഒരു താൽക്കാലിക ആശ്വാസമെങ്കിലും തരേണ്ടേ, തന്നിട്ടില്ല. ആ ഗവൺമെന്റിനെതിരെ വാർത്ത കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം, അങ്ങനെയാണല്ലോ നിങ്ങളടുത്തേക്ക് ഓടി എത്തിയതല്ലല്ലോ, തേടി ചെന്ന് ഇതെടുത്ത് ഇതിങ്ങനെ വാർത്തയാക്കണം എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അത് ശരിയല്ല, അത് ഹീനമായ മാധ്യമ പ്രവർത്തനമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്.
എന്റെ ചോദ്യം, ഈ പഴയകാല മെമ്മോറാണ്ടം നൽകിയ സമയത്ത് അവർ ഈ തുക ഓരോ ചെലവും പറഞ്ഞല്ലോ, വിവാദമായ ചെലവുകൾ, ആ വക എങ്ങനെയാണ് വകയിരുത്തി നിങ്ങൾ പരിശോധിച്ചോ? എന്താണ് അവർ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആ തുകയിൽ പരിശോധിച്ചിട്ടുണ്ട്. ദുരിതബാധിതരായ വീട്ടുകാർക്ക് പാത്രങ്ങൾ വാങ്ങാൻ, വസ്ത്രങ്ങൾ വാങ്ങാൻ 40 ലക്ഷത്തിനടുത്ത് രൂപയാണ് അന്ന് ചോദിച്ചത്. എവിടെയാണെന്നറിയാമോ? 2016 കൊല്ലം പറവൂരിൽ ഉണ്ടായ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം. അന്ന് 110 പേരാണ് മരിച്ചത്. മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഘട്ടമാണ്. മോഡി എന്നെ അവിടെ സന്ദർശിച്ചു. പതിവ് പോലെ STRF പ്രകാരം ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആവശ്യപ്പെട്ട തുക 48.15 കോടിയാണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് കിണർ വൃത്തിയാക്കാൻ ഒരു കിണറിന് 25,000 രൂപ. കിണർ വൃത്തിയാക്കാനാണ് ഒരു കിണർ 25,000 രൂപ. കുടിവെള്ളം വിതരണം ചെയ്യാൻ ടാങ്കർ ലോറിക്ക് ഒരു ട്രിപ്പിന് 15,000 രൂപ. 50 ദിവസത്തേക്ക് 1,35,00,000 രൂപ. ദുരിതബാധിതർക്ക് വസ്ത്രങ്ങൾ വാങ്ങാൻ 9 കോടി. ആകെ 48.15 കോടി. എത്ര ലഭിച്ചെന്നറിയുമോ? 0. ഒരു പൈസയും കൊടുത്തിട്ടില്ല. അപ്പൊ അല്ലല്ല, ഇത് എസ്റ്റിമേറ്റ് ഇത്ര തുക എസ്റ്റിമേറ്റ് ഇട്ടിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, ഇതാ ഇവിടെ കിണർ വൃത്തിയാക്കാനും കുടിവെള്ളം വിതരണം ചെയ്യാനും വസ്ത്രം വാങ്ങിക്കാനും ഇത്ര കോടികൾ വേണം. എല്ലാം കൂടി ചേർത്ത് 48.15 കോടി അന്ന് ആവശ്യപ്പെട്ടതാണ്. അന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു പൈസയും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. നരേന്ദ്രമോദി അവിടെ പോയി ഷോ കാണിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്ത വന്നിട്ടുണ്ട്. അയ്യോ, നരേന്ദ്രമോദി അദ്ദേഹം അപകടം നടന്നപ്പോൾ ആളെ ആശ്വസിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നു എന്നെല്ലാം ആവേശം കൊണ്ട് മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും അന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 5 പൈസ കൊടുത്തിട്ടില്ല. അന്നും ഇതുപോലെ തന്നെ കൊടുത്തത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, അന്നത്തെ ഒരു വാർത്ത എടുത്തിട്ട് കൊടുക്കുകയാണ്. എങ്ങനെ? ഇതാ ഒരു കിണർ വൃത്തിയാക്കാൻ 25,000 രൂപയോ? ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ? അന്നുണ്ടായോ? അപ്പൊ എന്താ ഇതിന്റെ അടിസ്ഥാനം? ഇത് ഞങ്ങളുടെ മാത്രം സംശയമല്ല, ഇത് കേരളം ചോദിക്കുന്ന ചോദ്യമാണ്. ലോകമൊത്തം കണ്ടേക്കുന്ന 1 രൂപ പോലും വാങ്ങാതാണ് സന്നദ്ധ പ്രവർത്തകർ ഇക്കാര്യം ചെയ്തതെന്ന് കണ്ടിരിക്കുന്നു. ആ സമയത്താണ് 15 കോടി രൂപ ചെലവാകും എന്ന് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നത്. അവർ ആ കണ്ണടച്ച് അംഗീകരിച്ച് തരുമോ? അതിന് മാത്രമല്ല 1.25 ലക്ഷം വീടിന് കൊടുത്തുള്ളൂ. അത് തെറ്റല്ലേ ശരിക്കും? അല്ല, ആണോ? അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം. അല്ലല്ല നിങ്ങളെ ചോദ്യം അല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, അങ്ങനെയല്ല, നിങ്ങളുടെ ചോദ്യം നഷ്ടമാണ് ചോദിക്കുന്നത്. അല്ലല്ല, ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ കൊടുക്കാത്ത പണത്തെ കുറിച്ച് ചോദ്യമില്ല. ഇല്ലല്ല, പറയട്ടെ. ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ല. നിങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ വളണ്ടിയർമാർക്ക് ഇത്ര പണം കൊടുത്തു, അതിനൊരു ചെലവ് കാണിച്ചു എന്നാണ്. സുഹൃത്തെ, അത് ചെലവഴിച്ച പണമല്ല. എത്ര തവണ പറഞ്ഞു? നിങ്ങളെപ്പോലത്തെ ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചെലവഴിക്കാത്തൊരു പണത്തെക്കുറിച്ച് നിങ്ങൾ ചെലവഴിച്ചൊന്ന് വാർത്ത കൊടുത്തിട്ട് അതിന്മേൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ആ പഴയ കാര്യത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സുഹൃത്തെ. ഞങ്ങൾക്ക് അറിയാത്ത കാര്യം മന്ത്രിസഭ കണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ നുണ പ്രചരിപ്പിച്ചു. ആ നുണക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. അത് പറയാനാവും. നുണയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ തെറ്റാണ് പ്രചരിപ്പിച്ചത് എന്ന്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധം. നിങ്ങൾ തുടർച്ചയായി ഇതുപോലെയുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ മീഡിയ വൺ ഉണ്ടാവും ഇവിടെ. മീഡിയ വൺ ഇതേപോലെ DYFI-കാരൻ കാവി എടുത്ത് പ്രചരണം നടത്തി എന്നൊരു പ്രചരണം നടത്തി. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മീഡിയ വൺ നേരെ ഇവിടെ ഉണ്ടാവും. മീഡിയ വൺ പ്രചരണം നടത്തി. എവിടെ? ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതുപോലെ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ബലാത്സംഗം നടന്നു എന്ന് തൃശ്ശൂരിൽ ഒരു വാർത്ത വന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ വാർത്ത കൊടുക്കാറുണ്ട്. എന്നിട്ട് നിങ്ങൾ തെറ്റാണെന്ന് ഒരു കുറിപ്പ് കൊടുക്കും. നിങ്ങളുടെ അവിടെ കിടക്കുന്ന വാർത്ത അവിടെ തന്നെ കിടക്കും. അതാ ഞങ്ങൾ പറഞ്ഞ, അതിനെതിരെയാണ് ഞങ്ങൾ പ്രക്ഷോഭം എന്ന് പറയുന്നത്. മറ്റത് അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ആശങ്കയും നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങളും ഒക്കെ ചോദിക്കേണ്ടത് ആരോടാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഇന്നലെയും റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ചില മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായി തന്നെ അവർ പറയും. ഞങ്ങൾ ഈ തെറ്റായ സംസ്കാരം ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ തെറ്റായ സംസ്കാരവും ഈ രീതിയും, അതിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിൻ പ്രക്ഷോഭം ഏറ്റെടുക്കാനാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. ഉണ്ട്, അതിനെതിരെയും പ്രക്ഷോഭമുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസം. അതായത് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടണ്ട.
ഞങ്ങൾ നിങ്ങൾ പ്രാധാന്യം പറയല്ല അല്ല 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 ആശങ്കപ്പെട അല്ല നിങ്ങളോടല്ല പറഞ്ഞത് പൊതുസമൂഹത്തിന് കേന്ദ്ര ഗവൺമെന്റിനെതിരായി എന്തെല്ലാം നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ ട്യൂഷൻ ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അവർക്കറിയാം. ഞാൻ പറഞ്ഞു 20,000 ആളുകളെ വെച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരായി മനുഷ്യച്ചങ്ങല നടത്തിയ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. 20 ലക്ഷം ആളെ വെച്ചിട്ട് 20 ലക്ഷം ആളെ വെച്ചിട്ട് നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റിനെതിരായ സമരം നടത്തുന്നുണ്ട്. ഈ സമരം കേന്ദ്രത്തിന്റെ ഈ കേരള അവഗണന തുടരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയം മുൻനിർത്തിയിട്ടും ഡിവൈഎഫ്ഐ സമരം ഏറ്റെടുക്കും. ഒരു തർക്കവുമില്ല. അല്ല, പോലീസിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ട്. അത് ഇപ്പം മാത്രമല്ല, അതെല്ലാ സേനയിലും ഇങ്ങനെല്ലാമുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെതിരായി അന്വേഷിച്ച് ശക്തമായ നടപടി സ്വീകരിക്കാറുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പോലീസ് സേനയിൽ നിന്ന് ആളുകളെ പിരിച്ചുവിട്ടത്. ഇങ്ങനെയുള്ള പല തെറ്റായ പ്രവണതയുടെയും ഭാഗമായി നിൽക്കുന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തി പിരിച്ചുവിട്ടിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണം വളരെ ഗൗരവമായി DGP തന്നെ അന്വേഷിക്കുക. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ സേനാ വിഭാഗങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും. അല്ലാണ്ട് ഈ സേനയാകെ മോശമാണ് എന്ന വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടത്. അല്ല, അതിലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSS എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അപകടകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒരു സംഘടനയാണ്. അതിലൊരു തർക്കവുമില്ല. ഈ രാജ്യത്ത് വിദ്വേഷം പടർത്തുന്നതിന്, രാജ്യത്ത് കൊലപാതകങ്ങൾ നടത്തുന്നതിനൊക്കെ നേതൃത്വം കൊടുത്ത സംഘടനയാണ്. RSSുമായി നിരവധിയായ ഏറ്റുമുട്ടലുകൾക്ക് ഞങ്ങൾ തന്നെ അവരുടെ ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വന്നവരാണ് ഞങ്ങളുടെ നിരവധി സഖാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായാലും ആരായാലും RSSുമായിട്ട് ഒരു ധാരണയോ ഒരു നീക്കുപോക്കോ ഒരു കാണലോ ഒരു സംസാരമോ നടത്തരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരും RSSുമായി കൂട്ടുകൂടരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു നിലപാട് ഞങ്ങൾക്കില്ല. ആരും ADGP എന്നുള്ളതല്ല, മാധ്യമപ്രവർത്തകരായാലും RSSുമായിട്ട് ഒരു ഗൂഢാലോചനയും നടത്തരുത്, ഒരു ആലോചനയും നടത്തരുത്, ഒരു സൗഹൃദവും ഉണ്ടാകരുത് എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമുള്ളവരാണ് ഞങ്ങളൊക്കെ. അല്ല, അതുമായി ബന്ധപ്പെട്ട വിഷയം മുന്നിൽ വന്നു. ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ നടത്തേണ്ട അതാ ഞങ്ങൾ പറഞ്ഞത്. ആരും എന്നുള്ളതിൽ ഒരാൾ പോലും ഈ പറയുന്ന സംഘടനകളുമായി, അതിപ്പോൾ SDPI ആകട്ടെ RSS ആകട്ടെ, ഇങ്ങനെയുള്ള വർഗീയത വളർത്തുന്ന, ഇവിടെ വിദ്വേഷം വളർത്തുന്ന ഈ സംഘടനകളുമായി ഒരു ധാരണയും ഒരു കൂടിക്കാഴ്ചയും നടത്തരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അവരുടെ വളർച്ച എത്രത്തോളം ഇല്ലാതാകണം അത്രത്തോളം ഇല്ലാതാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാ ഞങ്ങൾ. അതാ ഞങ്ങളുടെ നിലപാട്. ആരായാലും ഇവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു ധാരണയും ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. യഥാർത്ഥത്തിൽ P. ജയരാജൻ സഖാവിൻ്റെത് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിൽ അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. ആ പുസ്തകം പുറത്തു വന്നില്ല. അതും നിങ്ങൾ ഈ പറയുന്ന പോലെ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ആ വാർത്തയുടെയും അടിസ്ഥാനം. അപ്പം അദ്ദേഹം എഴുതിയ പുസ്തകം പുറത്തു വരട്ടെ. പുസ്തകം ആളുകൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ ആ പുസ്തകത്തെ മുൻനിർത്തി അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗം മാത്രം, ഒരു വാക്ക് മാത്രം എടുത്തിട്ട് നിങ്ങൾ ചർച്ച നിലനിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആ പുസ്തകത്തിൻ്റെ വിൽപ്പനയെ അത് നല്ല നിലയിൽ സഹായിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ബാക്കി പുസ്തകം വായിച്ച അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളോടൊന്നും വേറെ ഒന്നും സംസാരിക്കാനില്ല. കേന്ദ്രത്തിന്റെ മുൻപിൽ പെരുപ്പിച്ച ഒരു കണക്ക് കൊടുക്കേണ്ടി വരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന്.
ഒരു കുറച്ചധികം പൈസ കിട്ടാനുള്ള അത് വലിയൊരു മോശം സാഹചര്യമല്ലേ? അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഭരണ വ്യവസ്ഥയുടെ ഒരുപാട് മാറേണ്ട പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഇവിടുന്ന് പ്രത്യേകിച്ച് GST ഉൾപ്പെടെ വന്നവിടെ എല്ലാ നികുതി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ചർച്ച ചെയ്യട്ടെ, അതിലൊന്നും നമുക്ക് ഭയമില്ല. പക്ഷേ ഇനി ആക്ച്വൽ നഷ്ടം കണക്കാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ അവരുടെ ഏജൻസിയെ വെച്ച് അങ്ങനെ കണക്കാക്കിയാലും മതിയല്ലോ. അത്രയൊക്കെ സമയമല്ല. വാർത്തകളൊക്കെ ഒഴിവാക്കാൻ അങ്ങനെ അതല്ലേ ചർച്ച? അതൊക്കെ ചെയ്യാവുന്ന വാർത്ത നിങ്ങളാണ് ഒഴിവാക്കേണ്ടത്. വാർത്ത നിങ്ങൾ വിചാരിച്ച് ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ.